ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഞാൻ പള്ളി പോയതായിരുന്നു. സാറ് വരൂ. സാറ് കയറിയിരിക്കേ. ആ, മോളെവിടെ പോയി? അവൾക്കൊരു കൂട്ടുകാരിയുടെ കല്യാണമുണ്ട്, അതിന് പോയതാ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട. അടുത്ത ആഴ്ചയല്ലേ മോളുടെ കല്യാണം. കാര്യങ്ങളൊക്കെ എന്തായി? ഒന്നും ആയിട്ടില്ല. പള്ളിയിൽ നിന്നും ഒരു ചെറിയ സഹായം ലഭിക്കും. പിന്നെ ഫ്രെഡിയുടെ മരണശേഷം കിട്ടിയ കുറച്ച് പൈസ ബാങ്കിലുണ്ട്. ഇനി സ്വർണത്തിന് വീട് പണയപ്പെടുത്തി കുറച്ച് പൈസ തരാമെന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഫ്രെഡിയുടെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് ഞാൻ കുറച്ച് പണം കടം വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 30 പവൻ സ്വർണത്തിന് ഇത് മതിയാകും. ഇത് വാങ്ങിക്കണം. ഇങ്ങനൊരു കാര്യം ഫ്രെഡി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് മോളോട് ചോദിക്കാതെ ഞാൻ എങ്ങനെ വാങ്ങും? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കല്യാണ ആവശ്യത്തിന് തരാ എന്ന് ഞാൻ കരുതിയതാ. ഫ്രെഡി പറയാൻ വിട്ടതാവും. ഇത് വാങ്ങൂ. വേണ്ട സർ, എനിക്കറിയാം ഫ്രെഡിക്ക് ആരും ഒന്നും കൊടുക്കാനില്ലെന്ന്. സാറിന്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. ഒരുപാട് സഹായങ്ങൾ സാർ ഇതിനകം ഞങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞു. ഇതെങ്ങനെയെങ്കിലുമൊക്കെ നടന്നു പോകും. എൻ്റെ ഫ്രെഡിയുടെ മോളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടന്നാൽ പോരാ. അയാൾക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മോളുടെ വിവാഹം ഗംഭീരമായി നടത്തണമെന്ന്. അതുകൊണ്ട് ഇത് സ്വീകരിക്കണം. ഈശ്വരൻ നല്ലത് വരുത്തട്ടെ.